ഹലോ സ്റ്റുഡൻസ്, ഫിനാൻസ് അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് ആണ് ബാഡ് ഡെപ്സിന് അല്ലേ. ബാഡ് ഡെപ്സ് അഡ്ജസ്റ്റ്മെന്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ള ഒരു എക്സാമ്പിളൂടെ പറയാൻ പോവുകയാണ്. സി ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനകത്ത് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, ബാഡ് ഡെപ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രൊവിഷൻ തന്നിട്ടുണ്ട്, അതായത് ഓൾഡ് പ്രൊവിഷൻ ആണ്. കൂടാതെ ഫെർദർ ബാഡ് ഡെപ്സ് 2000 rupees, ന്യൂ പ്രൊവിഷൻ ആയ 10% ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഹൗ ടു റെക്കോർഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഒരേ ഒരു ഐറ്റം മാത്രം എടുക്കുന്നത്, അതായത് ബാഡ് ഡെപ്സ് ആണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലെ പ്രധാനപ്പെട്ട ഐറ്റം. സോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വേണം? ബാഡ് ഡെപ്സിനെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. ബാഡ് ഡെപ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ആദ്യം നമ്മൾ എഴുതുന്നത് ബാഡ് ഡെപ്സ് ആണ് അല്ലേ. ബാഡ് ഡെപ്സ് എമൗണ്ട് വരുന്നത് എത്രയാണ്? ബാഡ് ഡെപ്സ് ക്വസ്റ്റ്യൻ എമൗണ്ട് വരുന്നത് എത്രയാണ്? 3000 rupees ആണ്. സോ 3000 റെക്കോർഡ് ചെയ്യുന്നു. ആഡ് എന്ത് ചെയ്യണം? ഫർദർ ബാഡ് ഡെപ്സ്. അഡ്ജസ്റ്റ്മെന്റ് 2000 rupees കാണാം. അപ്പം ഫർദർ ബാഡ് ഡെപ്സ് ആഡ് ചെയ്യുന്നു. ഇനി എന്ത് ആഡ് ചെയ്യണം? Add a new provision. New provision in the question 10% on debtors. It is very important. Debtors 22,000 നിന്നും ഫർദർ ബാഡ് ഡെപ്സ് 2000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 20,000 rupees ആണ് വാല്യൂ കിട്ടുക. അതിന് 10% വീണ്ടും 2,000 rupees ആണ് വരുന്നത്. അതുകൊണ്ട് ന്യൂ പ്രൊവിഷൻ 2000 ആണ്, ടോട്ടൽ 7,000. മറക്കരുത്, ഓൾഡ് പ്രൊവിഷൻ മൈനസ് ചെയ്യണം. ഓൾഡ് പ്രൊവിഷൻ ട്രയൽ ബാലൻസിനകത്ത് ക്രെഡിറ്റ് സൈഡ് കാണാം 1,000. അത് മൈനസ് ചെയ്യണം. സോ 1,000 മൈനസ് ചെയ്യുന്നു. ആൻസർ വിൽ ബി 6,000. ഓക്കെ, ദിസ് ഇസ് ദ അഡ്ജസ്റ്റ്മെന്റ്.